എല്ലാവർക്കും നമസ്കാരം. അനുഭവങ്ങളെന്ന് പറയുന്നത് പ്രാർത്ഥനകളും കൂടിയാണല്ലേ. ത്രിമധുരത്തിലേക്ക് പല അനുഭവങ്ങളും അയക്കുന്നത് ത്രിമധുരത്തിൽ പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൂടിയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാ അനുഭവങ്ങളും ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ അയച്ചു തരുന്നത് എന്നെ ഓർമ്മിപ്പിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനിയും അതിന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു അനുഭവം കേൾക്കാം. നമസ്കാരം സാർ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിമധുരത്തിലെ അനുഭവങ്ങളെല്ലാം കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അനുഭവം എഴുതുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാൻ ഇതുവരെയും ഏകാദശി വ്രതം എടുത്തിട്ടില്ല കേട്ടോ. ഡിസംബർ 1 ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അത് സാധിക്കുമോയെന്ന് അറിയില്ല. എൻ്റെ പീരീഡ്സ് ഡേറ്റ് ഒക്കെ അതിനോട് അടുത്തായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണാ, എനിക്ക് ഈ വ്രതം എടുക്കാൻ കഴിയണേ. ഞാൻ എങ്കിൽ ത്രിമധുരത്തിൽ പറയാമെന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. എൻ്റെ കണ്ണനോട് നന്ദി പറഞ്ഞു. ഇനിയും 1-2 അനുഭവങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അത് അടുത്ത അവസരത്തിൽ പറയാം. ആദ്യമായാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. അനുഭവം എഴുതി അയച്ചു തരുമ്പോൾ ഞാനത്ര ഭീകരനൊന്നല്ല. നിങ്ങളതൊന്നും പേടിക്കണ്ട. നിങ്ങൾ അയച്ചു തന്നോളുക. ഞാനത് സമയം കിട്ടുമ്പോൾ വായിക്കും. സമയക്കുറവുണ്ട്. 3 അനുഭവം 4 അനുഭവങ്ങളൊക്കെ ഒരു ദിവസം പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം അയച്ചു തന്നവരെന്നെ വീണ്ടും വീണ്ടും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അയച്ചു തരുന്നുണ്ട്. അവരെന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ ഇത് പറയുന്നുണ്ട്. ചിലരിത് പറഞ്ഞത് കാണുന്നില്ല എന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കാണാതായി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ആരുടെ അനുഭവമായിരിക്കുമ്പോൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പേര് ഞാൻ നോട്ട് ചെയ്യാതെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഞാൻ സേവ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനുഭവങ്ങളൊക്കെ പറയാൻ സാധിക്കും. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഹരേ കൃഷ്ണ.